എല്ലാവർക്കും നമസ്കാരം. അനിഴം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന അനിഴം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സൂര്യൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് അനിഴം. അതുകൊണ്ട് അനിഴം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് സൂര്യൻ നക്ഷത്രാധിപനായ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. സൂര്യൻ രാശിയധിപനായ ചിങ്ങം രാശി അല്ലെങ്കിൽ ലഗ്നമായി ജനിച്ചവർ മൂലവും അനിഴം നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് സൂര്യന് പിതാവ്, അന്തസ്സ്, അധികാരം, രാഷ്ട്രീയം തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നാളുകാരും ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അനിഴം നാൾ ജനിച്ചവർ ദോഷഫലങ്ങൾ കുറയാനായി ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യുന്നതും ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ജന്മദിനത്തിൽ ചെന്ന് അവിടെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതും ഞായറാഴ്ച ദിവസം ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിഴം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.